അമ്പലപ്പുഴയിൽ UDF പിന്തുണയുണ്ടെന്ന് ആദ്യമായി സ്ഥിരീകരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ നാളെ പത്രിക സമർപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഫേസ്ബുക്ക് കുറിപ്പിലാണ് UDF സ്വതന്ത്രൻ എന്ന് ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, അങ്ങനെ UDF പിന്തുണയുണ്ടെന്ന് ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ജി സുധാകരൻ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ FB പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? പ്രവിത, ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും UDF പിന്തുണയാണ് അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ജി സുധാകരൻ നൽകിയ മറുപടി അത് UDF പ്രവർത്തകരോട് ചോദിക്കൂ, അവരുടെ പാർട്ടി ഓഫീസിലാണ് തിരക്കേണ്ടത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാത്രി വൈകി ജി സുധാകരൻ FBയിൽ പങ്കുവെക്കുന്ന പോസ്റ്റിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF പിന്തുണ എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയാണ് ജി സുധാകരൻ. അതായത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം UDF പിന്തുണയോടെയാണ് മത്സരിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നെങ്കിലും ഔദ്യോഗികമായി ജി സുധാകരൻ തന്നെ അത് വ്യക്തമാക്കുന്ന ആദ്യ പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാളെ, അതായത് മാർച്ച് 21 ഉച്ചയ്ക്ക് 12:30-ക്കും 1:30-ക്കും ഇടയിലുള്ള സമയത്ത് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കളക്ടറേറ്റിന് സമീപത്ത് നിന്ന് 1 കിലോമീറ്റർ ജാഥയായി എത്തിയാണ് നോമിനേഷൻ സമർപ്പിക്കുന്നത്. അതിനുശേഷം തീരദേശ റോഡ് വഴി ഒരു റോഡ് ഷോ നടത്താനും സംഘാടകർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. അതായത് സംഘാടകർ എന്ന് പറയുന്നത് സ്വാഭാവികമായത് കോൺഗ്രസ് പ്രവർത്തകരാണ്, UDF നേതൃത്വമാണ്. UDF നേതൃത്വത്തിൽ നാളെ ജി സുധാകരന്റെ റോഡ് ഷോ അമ്പലപ്പുഴ കാണുകയാണ്. ഈ പരിപാടികളിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജി സുധാകരൻ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും റോഡ് ഷോയ്ക്കോ പ്രചരണത്തിനോ ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനോ ഒന്നുമില്ല എന്ന് പറഞ്ഞ ജി സുധാകരൻ UDF പിന്തുണ ഏറ്റുവാങ്ങിയ ശേഷം പൂർണ്ണമായും UDFന്റെ ക്യാമ്പിലേക്ക് പോവുകയാണ്. UDF സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ പൂർണ്ണമായും ഒരു രൂപമാറ്റം വരുത്തി അദ്ദേഹം പൂർണ്ണമായും ഒരു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രചരണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഇപ്പോൾ തീരദേശ റോഡ് വഴി ഒരു വൻപിച്ച റോഡ് ഷോ കൂടി നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ജി സുധാകരൻ. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.